وأن لو استقاموا على الطريقة لأسقيناهم ماء غدقا لنفتنهم فيه ومن يعرض عن ذكر ربه يسلكه عذابا صعدا وأن المساجد لله فلا تدعوا مع الله أحدا وأنه لما قام عبد الله يدعوه كادوا يكونون عليه لبدا قل إنما أدعو ربي ولا أشرك به أحدا قل إني لا أملك لكم ضرا ولا رشدا قل إني لن يجيرني من الله أحد ولن أجد من دونه ملتحدا إلا بلاغا من الله ورسالاته ومن يعص الله ورسوله فإن له نار جهنم خالدين فيها أبدا. الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, നമ്മൾ സൂറത്തുൽ ജിന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിൻ്റെ ആദ്യത്തെ 15 ആയത്തുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഈ 15 ആയത്തുകളുടെ ഉള്ളടക്കം വിഷയം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേട്ട് ഇസ്ലാം സ്വീകരിച്ച വിശ്വാസികളായ ജിന്നുകൾ അവർ തമ്മിൽ പറയുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളാണ് ഈ 15 ആയത്തിലും പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ ഏതാനും കുറഞ്ഞ സമയം മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്ർ നമസ്കരിക്കുന്ന ആ ഒരു ഖിറാഅത്ത് കേട്ടപ്പോഴേക്ക് അവർക്ക് മനസ്സിലായ കാര്യങ്ങളാണ് അവരിതിൽ പറയുന്നത്. അവർ ഒന്നാമതായിട്ട് പറഞ്ഞ കാര്യം എന്താണ്? ഞങ്ങളിനി ശിർക്ക് ചെയ്യുകയില്ല. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തൗഹീദാണ് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ജിന്നുകളെക്കുറിച്ച് മുശ്രിക്കുകൾ, മക്കയിലെ വിഗ്രഹാരാധകരായ ആളുകൾ, ജാഹിലിയ കാലത്തെ അറബികൾ വെച്ച് പുലർത്തിയിരുന്ന അടിസ്ഥാനമില്ലാത്ത വിശ്വാസം, അവർക്ക് ഖൈറും ഷർറും ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് എന്ന വിശ്വാസം, അത് നിരർത്ഥകമാണ്. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ സ്വതന്ത്രമായ ഒരധികാരം അല്ലെങ്കിൽ മറഞ്ഞ വഴിയിലൂടെ അള്ളാഹു അവർക്ക് കൊടുത്ത പരിമിതമായ കഴിവുകൾക്കപ്പുറത്തുള്ള അപ്പുറത്തുള്ള എന്തെങ്കിലും ഗുണമോ ദോഷമോ ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന കാര്യം ഈ ജിന്നുകൾ തന്നെ പറയുന്നതും ഈ ആയത്തുകൾ നമ്മൾ കണ്ടു. ഇനി അവരുടെ സംസാരം അവസാനിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദഅവത്തിനെക്കുറിച്ച്, എന്താണ് തൻ്റെ ദഅവത്തിൻ്റെ മുഖ്യ വിഷയമായി പരിഗണിക്കേണ്ടത്, അതുപോലെ തൻ്റെ എതിരാളികളായ മുശ്രിക്കുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എന്താണ് അവരോട് പറയാനുള്ളത്, അവരുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്ത ആയത്തുകളിൽ പറയുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ രണ്ട് വിഷയങ്ങളും തമ്മിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിൻ്റെ തുടക്കത്തിലാണ്, മക്കയിലാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുകയായിരുന്നു. ഇവരൊക്കെ നിഷേധിച്ചാലും താങ്കളുടെ ഈ റിസാലത്തിൻ്റെ സത്യത്തിൽ അത് ഹക്കാണെന്നതിൽ സംശയം തോന്നേണ്ടതില്ല, വേറൊരു സമൂഹം ഇതിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സൂറത്ത് ചെയ്യുന്നത്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലുള്ള മനുഷ്യരായ ആളുകളോട് ഇനി അങ്ങോട്ട് ഏത് രീതിയിലാണ് ദഅവത്ത് ചെയ്യേണ്ടത്, അവരോട് എന്താണ് പറയാനുള്ളത് എന്ന കാര്യങ്ങളാണ് തുടർന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅല്ലവ ഇസ്തഖാമു അല ത്വരീഖതി ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ. വഅല്ലവ ഇസ്തഖാമു, അവർ നേർക്ക് നേരെ നിലയുറപ്പിച്ചിരുന്നെങ്കിൽ, ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വെ നിൽക്കുക, അങ്ങനെ അവർ നിലയുറപ്പിച്ചിരുന്നെങ്കിൽ അല ത്വരീഖതി, നേർമാർഗത്തിൽ. ആരെക്കുറിച്ചാണ് പറയുന്നത്?
മക്കയിലെ മുശ്രിക്കുകളെക്കുറിച്ചാണ്, നിഷേധികളായ ആളുകളെക്കുറിച്ചാണ്. അങ്ങനെ അവർ ചെയ്തിരുന്നെങ്കിൽ ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ, അവർക്ക് നാം നിർലോഭമായി ധാരാളമായി വെള്ളം കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിനനുസരിച്ചാൽ, അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൗതിക ജീവിതത്തിൽ തന്നെ അളവറ്റ അനുഗ്രഹങ്ങൾ ഖൈർ നൽകും എന്നാണ് ആയത്തിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് വെള്ളം എന്ന് പറഞ്ഞത്? അവർക്ക് ദുനിയാവിൽ തന്നെ പ്രതിഫലം കൊടുക്കും, ദുനിയാവിൽ തന്നെ അള്ളാഹു തആല അവർക്ക് ഐശ്വര്യം നൽകും എന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ആശയം വിശുദ്ധ ഖുർആനിൽ പല സൂറത്തുകളും പറഞ്ഞിട്ടുണ്ട്. വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. അതുപോലെ തന്നെ വലൗ അന്ന അഹ്ലൽ കിതാബി വലൗ അന്നഹും അഖാമു തൗറാത വൽ ഇൻജീല വമാ ഉൻസില ഇലൈഹിം മിൻ റബ്ബിഹിം ലഅകലൂ മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം. അഹ്ലൽ കിതാബിനെ കുറിച്ച് പറഞ്ഞതാണ്. അവർ തൗറാത്തും ഇൻജീലും അനുസരിച്ചിരുന്നെങ്കിൽ അവരുടെ മുകൾ ഭാഗത്തുകൂടിയും താഴ്ഭാഗത്തുകൂടിയും അവർക്ക് നാം ഭക്ഷണം നൽകുമായിരുന്നു. അതുപോലെ സൂറത്തുൽ അറാഫിൽ പറഞ്ഞതാണ് ആദ്യത്തെ ആയത്ത്. എല്ലാ ഉമ്മത്തുകളെക്കുറിച്ചും പല സമുദായങ്ങളെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം, അവരൊക്കെ നശിപ്പിച്ചതിൻ്റെ കഥകൾ പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറയുകയാണ് വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ. അവർ നിഷേധിച്ചത് കാരണമാണ് നശിപ്പിച്ചത്. നിഷേധിച്ചില്ലായിരുന്നെങ്കിൽ, ഈമാനും തഖ്വയും ഉണ്ടായിരുന്നെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ നിന്ന് അവർക്ക് ബറക്കത്ത്, ഐശ്വര്യം, ധാരാളമുള്ള ഖൈർ, അളവറ്റ അനുഗ്രഹങ്ങൾ നാം വർഷിക്കുമായിരുന്നു. അതുപോലെ തന്നെ സൂറത്ത് നൂഹിൽ നമ്മൾ കണ്ടു വഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. ഇത് വിശുദ്ധ ഖുർആനിൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വെള്ളം കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? സൂറത്ത് നൂഹിൽ സമ്പത്തും സന്താനങ്ങളും എന്നൊക്കെ പറഞ്ഞു, സൂറത്തുൽ അറാഫിൽ ബറക്കത്ത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അഹ്ലു കിതാബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂറത്ത് മാഇദയിൽ അവർക്ക് ലഅകലൂ മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം, മുകളിൽ നിന്നും താഴ്ഭാഗത്തു നിന്നും ഭക്ഷണം നൽകുമായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ വെള്ളം എന്നാണ് പറയുന്നത്. എന്താണ് കാരണം? വെള്ളമാണ് എല്ലാ ഖൈറിൻ്റെയും തുടക്കം. പ്രത്യേകിച്ച് പഴയ കാലത്ത് അവർക്ക് വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് അവരുടെ മുന്നിലുള്ളത്. ഭക്ഷണം, അതുപോലെ തന്നെ അവരുടെ കന്നുകാലികൾ, അതിനൊക്കെ അടിസ്ഥാനപരമായി വേണ്ടത് വെള്ളമാണ്. ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ. ഇന്ന് നമ്മൾ ആലോചിച്ചാലും അത് തന്നെയാണ്. നമ്മുടെ ഭക്ഷണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വെള്ളമാണ്. മറ്റുള്ള നമ്മുടെ എല്ലാവിധ പുരോഗതിയും സാങ്കേതിക വിദ്യയും ഒക്കെ അവസാനം എങ്ങോട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ ആഹാരത്തിന് വേണ്ടിയാണ്. അതിൻ്റെ അടിസ്ഥാനം വെള്ളമാണ്. ലിനഫ്തിനഹും ഫീഹി. ഇനി അള്ളാഹുവിനെ അനുസരിച്ചു, അള്ളാഹുവിൻ്റെ ദീനിലൊരാൾ ഉറച്ചു നിന്നു, അതിൻ്റെ ഫലമായി അള്ളാഹു തആല അവർക്ക് ഭൗതിക ജീവിതത്തിൽ തന്നെ ധാരാളം ഐശ്വര്യങ്ങൾ നൽകി, വിഭവങ്ങൾ നൽകി. അതോടുകൂടി അള്ളാഹു അവരെക്കുറിച്ച് തൃപ്തിപ്പെട്ടു, അവരുടെ പരീക്ഷണം അവസാനിച്ചു എന്നാണോ? അല്ല. ലിനഫ്തിനഹും ഫീഹി. ഒരാൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവൻ പരീക്ഷണങ്ങളുടെ ഘട്ടത്തിലാണ്. ദാറുൽ ഇബ്തില, ദുനിയാവെന്ന് പറഞ്ഞാൽ പരീക്ഷണത്തിനുള്ളതാണ്. ഒരാൾ നന്മ ചെയ്തു, അള്ളാഹു തആല അയാൾക്ക് ധാരാളം ഖൈർ കൊടുത്തു, അതോടുകൂടി അവസാനിച്ചോ? ഇല്ല, വീണ്ടും അവൻ പരീക്ഷണത്തിലാണ്. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും പരീക്ഷണമാണ്. ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനത്തൻ ലഹാ ലിനബ്ലുവഹും. ഭൂമിയുടെ മുകളിലുള്ളതെല്ലാം ഒരലങ്കാരമാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടി? ലിനബ്ലുവഹും, പരീക്ഷിക്കാൻ വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നൽകിയിട്ടുള്ള ഓരോ അനുഗ്രഹവും, നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും നമ്മുടെ സ്വന്തം മക്കളും സമ്പത്തും, അതുപോലെ ഈ ഭൂമിയിലുള്ള ഏത് ഒരു വിഭവവും ഏതൊരു പുരോഗതിയും, അതൊക്കെ ലിനഫ്തിനഹും ഫീ ലിനബ്ലുവഹും, പരീക്ഷിക്കാൻ വേണ്ടി, അതിനു വേണ്ടിയാണ്. ആ പരീക്ഷണത്തിൽ വിജയിച്ചാൽ അവരുടെ ആ ഖൈർ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. അതിന് തുടർച്ചയായി അറ്റമില്ലാത്ത അവസാനമില്ലാത്ത പരലോക ജീവിതത്തിലും അവർക്ക് സുഖാനുഭൂതികൾ അനുഭവിക്കാൻ സാധിക്കും. അതിൽ പരാജയപ്പെട്ടാൽ അവർക്ക് ആഖിറത്തിൽ പരാജയമായിരിക്കും. അതാണ് തുടർന്ന് പറയുന്നത്. വമൻ യുഅ്രിദ് അൻ ദിക്രി റബ്ബിഹി. ആരെങ്കിലും ഈ സമ്പത്തിൽ മതിമറന്ന് തൻ്റെ റബ്ബിൻ്റെ ദിക്റിൽ നിന്ന് തെറ്റിപ്പോയാൽ അങ്ങനെ സംഭവിക്കും, അല്ലേ? ഇന്നൽ ഇൻസാന ലയത്തുക അർറഅഹു ഇസ്തഗ്ന. തനിക്ക് ഇനി ആരുടെയും സഹായം ആവശ്യമില്ല, താൻ സ്വാശ്രയനായിരിക്കുന്നു, സ്വന്തം കാലിൽ നിൽക്കാനായിരിക്കുന്നു എന്ന് തോന്നിയാൽ ലയത്തുക, മനുഷ്യൻ ധിക്കാരിയാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വല്ലാഹി മൽ ഫഖർ അഖ്ശ അലൈക്കും. ഇമാം മുസ്ലിം ഉദ്ധരിച്ച അംർ ഇബ്നു ഔഫ് അൽ ബദരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്. വല്ലാഹി മൽ ഫഖർ അഖ്ശ അലൈക്കും. അല്ലാഹുവാണ് സത്യം, ഞാൻ ദാരിദ്ര്യമല്ല നിങ്ങളുടെ കാര്യത്തിൽ പേടിക്കുന്നത്. വലാകിൻ
അഖ്ഷ അലൈക്കും അൻ തുബ്സത അലൈക്കും അദ്ദുനിയ വലാകിൻ അഖ്ഷ അൻ തുബ്സത അലൈക്കും അദ്ദുനിയ കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലക്കും. എന്താണ് ഞാൻ പേടിക്കുന്നത്? അല്ല, സഹാബത്തിനോടാണ് പറയുന്നത്. സഹാബത്ത് എല്ലാവിധ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും യുദ്ധവും എല്ലാം അനുഭവിച്ചവരാണ്. എന്നിട്ട് അവർക്ക് കുറച്ച് ആശ്വാസം കിട്ടിയപ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് തൊട്ട് മുമ്പാണ്, മക്ക ഫതഹിന് ശേഷം, ഹജ്ജത്തുൽ വദാഇനൊക്കെ ശേഷമാണ് ചെറിയൊരു ആശ്വാസം അവർക്കുണ്ടായത്. ചില നാടുകളൊക്കെ ഇസ്ലാമിന് കീഴടങ്ങി അവിടെ നിന്നൊക്കെയുള്ള വരുമാനമൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് സഹാബത്ത് കുറച്ച് ഒന്ന് നടന്നു നിർത്താൻ തുടങ്ങിയത്. അപ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നത്, നിങ്ങൾക്ക് ഇനി ഈ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ട് വീണ്ടും ദാരിദ്ര്യം വരുമോ? ശത്രുക്കൾ പലരും അവരെ ആക്രമിക്കാൻ വീണ്ടും ഒരുങ്ങി നിൽക്കുന്നുണ്ട്, പ്രതികാരം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഷർറ് അതൊന്നുമല്ല ഞാൻ പേടിക്കുന്നത്. എന്താണ് പേടിക്കുന്നത്? വലാകിൻ അഖ്ഷ അൻ തുബ്സത അലൈക്കും അദ്ദുനിയ കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലക്കും. മുൻഗാമികൾക്ക് അള്ളാഹു കൊടുത്തതുപോലെ നിങ്ങൾക്കും അള്ളാഹു വിശാലമായി ദുനിയാവ് തരുന്നതാണ് ഞാൻ പേടിക്കുന്നത്. എന്താണ് പേടിക്കാൻ കാരണം? ഫതുനാഫിസൂഹ കമാ തനാഫസൂഹ. അങ്ങനെ നിങ്ങൾ അവർ ചെയ്തതുപോലെ ചെയ്യും, ദുനിയാവിന് വേണ്ടി മത്സരിക്കും. ഫതുഹ്ലികക്കും കമാ അഹ്ലകത്ഹും. അപ്പോൾ ദുനിയാവ് എന്ത് ചെയ്യും? ദുനിയാവിന് വേണ്ടി മത്സരിച്ചാൽ ദുനിയാവ് അവനെ നശിപ്പിക്കും. അപ്പോൾ അവരെ ഈ ദുനിയാവ് നശിപ്പിച്ചതുപോലെ നിങ്ങളെയും ദുനിയാവ് നശിപ്പിക്കും. അതാണ് ഞാൻ പേടിക്കുന്നത്. അപ്പോൾ ഇവിടെ ദാരിദ്ര്യത്തിലേക്കാണോ ക്ഷണിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ല, ദാരിദ്ര്യത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് കാവൽ തേടിയിട്ടുണ്ട്. അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ. കുഫറിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് അല്ലാഹു തആല പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ നമുക്ക് ധാരാളം ആയത്തുകൾ കാണാൻ സാധിക്കും, റിസ്ക് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ ഈ ഭൂമിയിലുള്ള റിസ്ക് അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയാണ് ഒരുക്കിയിട്ടുള്ളത്. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാതി മിനർ റിസ്ക് ഖുൽ ഹിയ ലില്ലദീന ആമനു ഫിൽ ഹയാത്തിദ് ദുനിയ ഖാലിസത്തൻ യൗമൽ ഖിയാമ. അല്ലാഹു തആല ഭൗതിക ലോകത്ത് തന്നെ ഈ കാണുന്ന അനുഗ്രഹങ്ങളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷെ മറ്റുള്ളവരും അത് അനുഭവിക്കുന്നു എന്ന് മാത്രം. ഖാലിസത്തൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവരുടെ ആ അനുഭവം ഇല്ലാതെയാകും, മുഅ്മിനീങ്ങൾക്ക് മാത്രമാകും. അപ്പോൾ ഭൗതികമായ സുഖങ്ങൾ, ദുനിയാവിലെ വിഭവങ്ങൾ അതുപേക്ഷിച്ച് ദാരിദ്ര്യത്തിൽ തൃപ്തിപ്പെട്ടിരിക്കാനാണോ പറയുന്നത്? അല്ല. എന്താണ് പറയുന്നത്? അല്ലേ, 3 അവസ്ഥകൾ ഒരാൾക്കുണ്ടാവാം. ഈ ഹദീസിൻ്റെയും ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയാൽ 3 മനുഷ്യരെ വേർതിരിക്കാൻ പറ്റും. ഒരു വിഭാഗം ദരിദ്രന്മാർ, ഒരു വിഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമ്പത്ത് കൊടുക്കുന്നു, അവർ സമ്പത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു, അല്ലാഹു കൊടുക്കുന്നു, ആ സമ്പത്ത് വഴി അവർ പഴിച്ചു പോകുന്നു, ധിക്കാരികളായി മാറുന്നു. കല്ല ഇന്നൽ ഇൻസാന ലയത്ഗ അർആഹു ഇസ്തഗ്ന ഫതുനാഫിസുഹ കമാ തനാഫസുഹ ഫതുഹ്ലികക്കും. അങ്ങനെയുള്ള ആളുകൾ. 3ാമത്തേത് ഈ സമ്പത്തിന് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നു, അള്ളാഹുവിന് ഇഷ്ടമുള്ള പുണ്യങ്ങളിൽ, ത്വാഅത്തിൽ, നന്മയുടെ വഴിയിൽ അള്ളാഹുവിന് തൃപ്തിയാകുന്ന രീതിയിൽ ഈ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഇങ്ങനെ 3 വിഭാഗം. ഇതിൽ ആരാണ് ഏറ്റവും നല്ലത്? 3ാമത്തെ ആളുകളാണ്. പിന്നെ ആരാണ്? ദരിദ്രന്മാരാണ്. ഏറ്റവും മോശം ഈ സമ്പത്ത് കൊണ്ട് പഴിച്ചു പോയവരാണ്. അപ്പോൾ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ താരതമ്യം ചെയ്യുന്നത് ദരിദ്രന്മാരെയും 3ാമത് പറഞ്ഞ ഏറ്റവും നല്ലവരെയും അല്ല. അധ്വാനിച്ചിട്ട് സമ്പാദിക്കാൻ പറ്റാത്ത ആളുകളെ കുറിച്ച് ഇവിടെ പറയുന്നില്ല, അവരെ മാറ്റി നിർത്തുന്നത്. വേറെ 4 വിഭാഗം ഉണ്ടാവും. എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ 3 ആക്കി ചുരുക്കി. അപ്പോൾ ഈ ദരിദ്രന്മാരെയും നന്ദിയുള്ള സമ്പന്നന്മാരെയും താരതമ്യം ചെയ്തിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരെയാണ് താരതമ്യം ചെയ്യുന്നത്? സമ്പന്നന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട 2 വിഭാഗത്തെയാണ് താരതമ്യം ചെയ്യുന്നത്. അവരിൽ ആരാണ് മോശം? നശിച്ചു പോകുന്നവർ, ദുനിയാവിന് വേണ്ടി മത്സരിക്കുന്നവർ. എന്നാൽ അള്ളാഹുവിനോട് നന്ദിയുള്ള സമ്പന്നന്മാർ അവർ ഖൈറിലാണ്. ഇനി അള്ളാഹുവിനോട് നന്ദിയുള്ള സമ്പന്നന്മാരും അധ്വാനിച്ചിട്ട് സബബുകളൊക്കെ ചെയ്തിട്ടും സമ്പാദിക്കാൻ പറ്റാത്ത, തങ്ങളുടെ ദാരിദ്ര്യത്തിൽ അള്ളാഹുവിനോട് വിരോധവും കാണിക്കാത്ത ക്ഷമയുള്ള ദരിദ്രന്മാരും, ഇതിലാരാണ് കൂടുതൽ ശ്രേഷ്ഠരായിട്ടുള്ളത്? അത് ഈ ആയത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലോ പരാമർശിച്ചിട്ടില്ല. പക്ഷേ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അവരുടെ 2 പേരുടെയും കൂട്ടത്തിൽ ആരാണ് നല്ലത്? അതിൽ അവസാനിക്കാത്ത അറ്റമില്ലാത്ത അഭിപ്രായ വ്യത്യാസമാണ്. പഴയ കാലം മുതൽ ഇന്ന് വരെ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, ഇഅദത്തുസ് സാബിരീൻ വ ദഖീറത്തുശ് ശാകിരീൻ എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ ഇബ്നുൽ ഖയ്യിം കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പല പണ്ഡിതന്മാരും കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് തർജീഹ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നന്ദിയുള്ള സമ്പന്നനാണ് കൂടുതൽ അഫ്ളൽ എന്നുള്ളതാണ്. ഇത് 2 അഭിപ്രായം പറഞ്ഞവരും മുൻഗാമികളിൽ നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഇബ്നു ബാസ് പറയാനുള്ള കാരണം റഹിമഹുല്ലാഹ്? അദ്ദേഹം പറയാൻ കാരണം, സമ്പന്നനായ ഒരാൾ, നന്ദിയുള്ളൊരു സമ്പന്നൻ, അവനെ കൊണ്ടുള്ള ഖൈറ് മറ്റുള്ളവർ കൂടി ഉണ്ടാവും. ഒരു ദരിദ്രൻ ക്ഷമ അവലംബിച്ച് ജീവിക്കുന്നു, പരാതി പറയാതെ പരിഭവമില്ലാതെ ജീവിക്കുന്നു, അത് വലിയ ഖൈറാണ്.
ഇന്നമ യുവഫ സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. അവർക്ക് കണക്കില്ലാത്ത പ്രതിഫലമുണ്ട്. പക്ഷെ അവനെ കൊണ്ട് മറ്റാർക്കെങ്കിലും ഉപകാരമുണ്ടോ? ഇല്ല. അതുകൊണ്ട് അൽ ഗനിയ്യു ഷാക്കിർ ആണ് കൂടുതൽ അഫ്ളൽ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പല ഇമാമികളുണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടും പ്രശ്നമല്ല. പക്ഷേ ഇവിടെ നമ്മുടെ വിഷയം എന്താണ്? സമ്പത്ത് കൊണ്ട് പഴിച്ചു പോകുന്ന ഒരാളും അതുപോലെ സമ്പത്തില്ലാത്ത ആളും തമ്മിലാണ്. അതിൽ നല്ലതാരാണ്? സമ്പത്തില്ലാത്ത. അതാണ് മൽ ഫഖർ അഖ്ഷ അലൈക്കും. ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഫഖർ എന്നല്ല അർത്ഥം. അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സാങ്കല്പികമായിട്ട് പറഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പോലെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സങ്കല്പിക്കാം. ദാരിദ്ര്യം നിങ്ങളാരും ദരിദ്രരായിരിക്കാൻ ശ്രമിക്കേണ്ടതില്ല. ഞാനതിനെതിരെ ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടിയിട്ടുള്ള ദാരിദ്ര്യം എന്ന് പറയുന്ന ഈ ഷെറ് അതിനേക്കാൾ വലിയ ഷെറായിരിക്കും നിങ്ങൾ അള്ളാഹുവിനെ മറന്നുകൊണ്ട് സമ്പത്തിൻ്റെ പിന്നാലെ പോയാൽ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വേറെ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ, ഒരാൾ വീട്ടിൽ മടി പിടിച്ചിരിക്കുകയാണ്, പണിയൊന്നും ചെയ്യാതെ, പണിയെടുക്കാതെ വീട്ടിലിരിക്കുന്നു. അപ്പോൾ വേറൊരു മകനുണ്ട്, അല്ലെങ്കിൽ ഒരു മകൻ തന്നെ, അയാളോട് നമ്മൾ പറയണം, നമ്മളൊരു അനിയനോ മകനോ അവനോട് പറയണം, നീ മടി പിടിച്ച് വീട്ടിലിരിക്കരുത്, നീ അധ്വാനിക്കണം. അപ്പോൾ ഇവന് പുറത്തിറങ്ങിയാൽ കുറച്ച് എന്താ പറയുക, നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുറച്ച് പൊട്ടിത്തെറിപ്പുള്ള ആളാണ്, ഒരു അനുസരണക്കേടും ധിക്കാരും ഒക്കെ ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ എന്താ പറയുക സൂക്ഷിച്ച് പെരുമാറാൻ അറിയാത്ത ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പോൾ വാഹനമൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധയില്ലാത്ത ആളാണ്. അപ്പോൾ നമ്മളതുകൊണ്ട് പറയണം, നീ ഒരു പണിയെടുക്കാതെ വീട്ടിലിരിക്കുന്നത് അതിനേക്കാൾ ഞാൻ പേടിക്കുന്നത്, നീ പണിയില്ലാതെ വീട്ടിൽ ഇരുന്ന് നാട്ടുകാരുടെ മുന്നിൽ കൈ നീട്ടുന്നതല്ല ഞാൻ പേടിക്കുന്നത്, നീ പുറത്തു പോയി വണ്ടി കൊണ്ട് ആരെങ്കിലും ഇടിച്ച് കൊല്ലുന്നതാണ് ഞാൻ പേടിക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ആ മര്യാദക്ക് പണിയെടുത്ത് ശ്രദ്ധയോടെ ജീവിച്ച് നടക്കുന്നതാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അതില്ല എങ്കിൽ പിന്നെ നല്ലത് ഇവിടെ ഇരിക്കുന്നതാണ്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ദാരിദ്ര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല ഈ ആയത്തുകളും ഹദീസുകളും ഒന്നും. നേരെ മറിച്ച് സമ്പത്ത് ഒരാളെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്, അത് സൂക്ഷിക്കണം. എങ്ങനെയാണ് സമ്പത്ത് വഴിതെറ്റിക്കുക? തുനാഫിസൂഹ, ദുനിയാവിന് വേണ്ടി മത്സരിക്കുക. ഏറ്റവും വലിയ സമ്പന്നൻ ഞാനായിരിക്കണം. അൽഹാക്കുമു തകാസുർ, അതാണ് സമ്പത്ത് കൊണ്ട് വഴിതെറ്റാനുള്ള കാരണം. അതുപോലെ തന്നെ അള്ളാഹുവിനെ മറക്കുക. ഫഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, ഏതൊരു ഖൈർ ജീവിതത്തിലുണ്ടായാലും അത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് മറക്കാതിരിക്കുക. ഈ രണ്ട് കാര്യങ്ങളുണ്ടായാൽ ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നുള്ള ഓർമ്മയുണ്ടാവുക. അതുപോലെ മറ്റുള്ളവരെക്കാൾ ഞാൻ വലിയവനായിരിക്കണം എന്നുള്ള ചിന്തയില്ലാതിരിക്കുക. തിൽക്കദ്ദാറുൽ ആഖിറത്തു നജ്അലുഹ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദ്, ഭൂമിയിൽ ഏറ്റവും വലുത് ഞാനായിരിക്കണം, മറ്റുള്ളവനേക്കാൾ മുന്നിൽ ഞാനായിരിക്കണം എന്നുള്ള ചിന്താഗതി ഇല്ലാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ സമ്പത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നിഅമൽ മാലു സ്വാലിഹു ലിറജുലി സ്വാലിഹ്, നല്ല ഒരാളുടെ കയ്യിൽ നല്ല സമ്പത്തുണ്ടാകുന്നത്, ധാരാളം സമ്പത്തുണ്ടാകുന്നത് എത്ര നല്ലതാണ്. അപ്പോൾ സമ്പത്തുണ്ടായി ഒരാൾക്ക് അള്ളാഹു അയാളുടെ അമലുകളുടെ അടിസ്ഥാനത്തിൽ കൊടുത്തു എന്ന് തന്നെ വിചാരിക്കും. അള്ളാഹു കൊടുത്തവർക്കൊക്കെ അള്ളാഹു താല സമ്പത്ത് കൊടുക്കുന്നവരെയൊക്കെ അള്ളാഹുവിന് ഇഷ്ടമാണെന്നതിന് അർത്ഥമില്ല. പക്ഷേ അള്ളാഹു ഇഷ്ടപ്പെട്ടു തന്നെ ഒരാൾക്ക് കൊടുത്തു എന്ന് വിചാരിക്കാം. എന്നാൽ പോലും അവൻ്റെ പരീക്ഷണം അവിടെ അവസാനിക്കുന്നില്ല എന്നർത്ഥം. ലിനഫ്തിനഹും ഫീഹി, അത് പരീക്ഷണം മാത്രമാണ്. വമൻ യുഅ്രിദ് അൻ ദിക്രി റബ്ബിഹി, ആ പരീക്ഷണത്തിൽ ആരാണോ പരാജയപ്പെട്ടത്, അള്ളാഹുവിൻ്റെ ദിക്ർ അവൻ മറന്നുപോയി. യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അള്ളാഹുവിനെ മറന്ന് സമ്പത്തിൻ്റെയും സന്താനങ്ങളുടെയും പിന്നാലെ അവനാണ് നഷ്ടക്കാരൻ. വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഅറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഒരാളുടെ അടുത്ത് വന്നു, അല്ലെ വിശുദ്ധ ഖുർആൻ കേട്ടു, ഇതിൻ്റെ ആശയങ്ങളെക്കുറിച്ച് കേട്ടു, ഹദീസുകൾ അയാളുടെ മുന്നിൽ പറയപ്പെട്ടു, അതിൻ്റെ ആശയങ്ങൾ അയാൾ അറിഞ്ഞു, എന്നിട്ട് അത് ഉപേക്ഷിച്ച് എങ്ങോട്ടാണ് പോകുന്നത്? ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും, സമ്പത്തും സന്താനങ്ങളും അധികാരവും അങ്ങനെ എന്തിൻ്റെ പിന്നിലാണെങ്കിലും ദുനിയാവിൻ്റെ പിന്നാൽ പോയാൽ വമൻ അദ്ലം, അവനേക്കാൾ അക്രമിയായ വേറെ ആരാണുള്ളത്? ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ, അവരെ നാം പിടികൂടുന്നതാണ്, ശിക്ഷിക്കുന്നതാണ്. അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. യസ്ലുഖു അദാബൻ സഅദ, അവന് വളരെ ഞെരുക്കമുള്ള ശിക്ഷയിലൂടെ ഞാൻ കടത്തിവിടുന്നതായിരിക്കും. വഅന്നൽ മസാജിദ ലില്ലാഹി, മസ്ജിദുകൾ അള്ളാഹുവിൻ്റേതാകുന്നു. എന്താണ് ഈ ആയത്തിൻ്റെ അർത്ഥം? മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മസ്ജിദ് എന്നതുകൊണ്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി മുഫസ്സിരിങ്ങൾക്ക് 4 കൗലുകളുണ്ട്, സലഫുകൾക്ക്. ഒന്ന്, എന്താണ് അറിയപ്പെട്ട മസ്ജിദ്, അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ വേണ്ടി, ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സ്ഥലങ്ങൾ. ഈ അഭിപ്രായമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ധാരാളം സലഫുകളും മുഫസ്സിരിങ്ങളും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മസ്ജിദ് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് വേണ്ടി ഒരുക്കിയ അൽ മക്കാനുൽ മുഅദ്ദുൽ സ്വലാ, നമസ്കാരത്തിന് ഒരുക്കി വെച്ച സ്ഥലം.
അതാണ് മസ്ജിദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ അഭിപ്രായം അഅ്ളാഉ സുജൂദ്, രണ്ടാമത്തെ അഭിപ്രായം ഭൂമി മുഴുവനും. ഇവിടെ മസ്ജിദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമി മുഴുവനുമാണ്. എന്തുകൊണ്ടാണ്? ഭൂമി മുഴുവനും അള്ളാഹുവിന് സുജൂദ് ചെയ്യാനുള്ള സ്ഥലമാണ്. വജുഇലത് ലി അൽ അർദു മസ്ജിദൻ വതഹൂറ, ഭൂമി മുഴുവനും എനിക്ക് നമസ്കരിക്കാനുള്ള സ്ഥലമാക്കി തന്നിരിക്കുന്നു അല്ലാഹു തആല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുൻഗാമികൾക്ക്, പഴയ കാലത്തുള്ള ഉമ്മത്തുകൾക്ക് അവരുടെ മസ്ജിദുകളിൽ മാത്രമേ നമസ്കരിക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. ചില സമുദായങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖസായിസിൽപ്പെട്ടതാണ്. എവിടെയും നമസ്കരിക്കാം, എവിടെയും തയമ്മം ചെയ്യാം ഭൂമിയിൽ. ഇതാണ് രണ്ടാമത്തെ അഭിപ്രായം. ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് ഈ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ ഖൗല് ചില താബിയങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. സയ്യിദ് ഇബ്നു ജുബൈർ അതുപോലെയുള്ള ചില താബിയങ്ങൾ പറഞ്ഞിട്ടുള്ളത് അഅ്ളാഉൽ വുദു, വുദുവിൻ്റെ അവയവങ്ങൾ, അഅ്ളാഉ സുജൂദ്, സുജൂദിൻ്റെ അവയവങ്ങൾ, സുജൂദ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അവയവങ്ങൾ 7 അവയവങ്ങൾ: നെറ്റി, 2 കൈ, കൈപ്പത്തി, പാദങ്ങൾ, മുട്ടുകൾ, 7 അവയവങ്ങൾ. നാലാമത്തെ അഭിപ്രായം ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് സുജൂദ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സുജൂദ് അള്ളാഹുവിനുള്ളതാണ്. അറബിയിൽ സജദ യസ്ജുദ് എന്നുള്ളതിൻ്റെ മസ്ദറാണ് സുജൂദ്. അതുപോലെ തന്നെ മസ്ജദുൻ, സജദ യസ്ജുദ് സുജൂദൻ വ മസ്ജദൻ. ആ മസ്ജിദ് എന്നുള്ളതിൻ്റെ ജംഉ മസാജിദ് തന്നെയാണ്. അപ്പോൾ മസ്ജിദിൻ്റെ ജംഉ മസാജിദാണ്, മസ്ജിദിൻ്റെ ജംഉ മസാജിദാണ്. മസ്ജിദിൻ്റെയും മസ്ജദിൻ്റെയും രണ്ടിൻ്റെയും ജംഉ ബഹുവചനം മസാജിദ് എന്നാണ്. അപ്പോൾ ഇവിടെ സുജൂദ് അള്ളാഹുവിനാണ്, അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. ഇങ്ങനെ 4 അഭിപ്രായങ്ങളുണ്ട്. 4ഉം ശരിയാണ് അല്ലേ? ഈ ഭൂമി മുഴുവൻ അള്ളാഹുവിൻ്റെതല്ലേ? നമ്മുടെ സുജൂദിൻ്റെ അവയവങ്ങൾ അള്ളാഹുവിൻ്റെതാണ്, പള്ളികൾ അള്ളാഹുവിൻ്റെതാണ്. അതുപോലെ സുജൂദ് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇനി ഒരു സംശയം തോന്നാം, മസ്ജിദ് മാത്രമാണ് അള്ളാഹുവിൻ്റേത്. ഏറ്റവും അറിയപ്പെട്ട കൗല് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു കൗലാണ്. മസ്ജിദുകൾ, നമ്മളിന്ന് സാധാരണ പറയുന്ന മസ്ജിദുകൾ, ഇത് അള്ളാഹുവിൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ്. അപ്പോൾ മസ്ജിദ് മാത്രമാണ് അള്ളാഹുവിൻ്റേത്. ഭൂമി മുഴുവൻ അള്ളാഹുവിൻ്റേതല്ലേ? വലില്ലാഹി മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റേതാണ്. അപ്പോൾ പിന്നെ മസ്ജിദ് മാത്രം എന്താണ്? ഇബ്നുൽ അറബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീർ പറയുന്നത് കാണാം. ഇവിടെ മസ്ജിദ് അള്ളാഹുവിൻ്റേതെന്ന് പറയുന്നത് ഭൂമി മുഴുവൻ അള്ളാഹുവിൻ്റേതാണ് എന്ന് പറഞ്ഞത്, ആകാശഭൂമികൾ മുഴുവൻ അള്ളാഹുവിൻ്റേതാണെന്ന് പറഞ്ഞത് ഖൽഖൻ വ മുൽഖൻ, അതെല്ലാം സൃഷ്ടിച്ചതും ഉടമപ്പെടുത്തുന്നതും അള്ളാഹുവാണ് എന്ന അർത്ഥത്തിൽ എല്ലാം അള്ളാഹുവിൻ്റേതാണ്. മസ്ജിദുകൾ അള്ളാഹുവിൻ്റേതാണെന്ന് പറഞ്ഞാൽ തഅദീമൻ വ തശ്രീഫൻ, അതിന് അള്ളാഹു ആദരവ് കൊടുത്തതാണ്. അഥവാ പള്ളികൾ അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞത് അതിന് പ്രത്യേകം അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരവ് കൊടുത്ത് ചേർത്തി പറഞ്ഞാണ്. നമ്മളും അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കുറേ മക്കളുണ്ട്, മക്കൾ തമ്മിൽ അടിയായി എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളൊരു മോനോട് പറയാണ്, ഇവൻ അടിക്കരുത്, അവൻ എൻ്റെ മോനാണ് എന്ന് പറഞ്ഞാൽ മറ്റവനും മോൻ തന്നെയാണ്, പക്ഷേ അവന് നമ്മളൊരു പ്രത്യേകം സ്ഥാനം കൊടുക്കുന്നുണ്ട് എന്നർത്ഥം. അങ്ങനെ അന്യായമായിട്ട് ചെയ്യാൻ പാടില്ല, പക്ഷേ അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. അതുപോലെ സഹാബത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തസുബ്ബു അസ്ഹാബി, എൻ്റെ സഹാബത്തിനെ തെറി പറയരുത്. ഇത് ആരോടാ പറഞ്ഞത്? സഹാബത്തിനോട്. 2 സഹാബിമാർ തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോഴാണ് പറയുന്നത് ലാ തസുബ്ബു അസ്ഹാബി എന്ന്. 2 പേരും സഹാബിമാരാണ്, പക്ഷേ ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ ഈ ആദ്യകാലക്കാരായ സഹാബത്തിന്, മുഹാജിരിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ സ്ഥാനം കൊടുത്ത് പറഞ്ഞതാണ്. അപ്പം അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് പ്രത്യേകം മഹത്വപ്പെടുത്താൻ വേണ്ടി ചേർത്തി പറഞ്ഞാണ്. അങ്ങനെയാണ് കഅബയെക്കുറിച്ച് അൻ ത്വഹിറ ബൈതിയ ലിത്വാഇഫീന വൽ ആകിഫീൻ, ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി, അതുപോലെ ഇഅ്തികാഫിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി എൻ്റെ പള്ളി, ബൈതി, എൻ്റെ വീട് എന്ന് കഅബയെക്കുറിച്ച്, ഹറമിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ അള്ളാഹുലേക്ക് ചേർത്തി പറയുന്നത് പ്രത്യേകം ആദരവിന് വേണ്ടിയാണ്. ഇനി ചില പണ്ഡിതന്മാർ ഒരു മസല ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. സഹീഹ് ബുഖാരിയിൽ ഒരു ബാബുണ്ട്, ഹൽ യുഖാലു മസ്ജിദു ബനി ഫുലാൻ, ഇന്ന കബീലക്കാരുടെ പള്ളി എന്ന് പള്ളിക്ക് പേരിടാൻ പാടുണ്ടോ? അപ്പോൾ നമ്മൾ സാധാരണ നാട്ടിൽ പള്ളിക്കൊക്കെ പല പേരുകളുണ്ടാവും. ഇന്ന സ്ഥലത്തെ ജുമഅത്ത് പള്ളി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ പേരിലുള്ള പള്ളി. പഴയ കാലത്ത് കബീലകളുടെ പേരിലായിരുന്നു. ബനു ഫുലാൻ, ബനു ബക്കർ, അല്ലെങ്കിൽ ബനു സലിമ, അങ്ങനെയൊക്കെ കബീലകളുടെ പേരുണ്ടാവും. അങ്ങനെ മസ്ജിദു ബനി സലിമ എന്ന് പറയാൻ പാടുണ്ടോ? അല്ലെങ്കിൽ മസ്ജിദു ബനി തമീം എന്ന് പറയാൻ പാടുണ്ടോ എന്ന ചോദ്യം സഹീഹ് ബുഖാരിയിൽ ഒരു ബാബായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഈ ആയത്തുള്ളത് കൊണ്ടാണ്. അന്നൽ മസാജിദ് ലില്ലാഹി, പള്ളികളെല്ലാം അള്ളാഹുവിൻ്റെതാണ് എന്നുണ്ടല്ലോ എന്നതിൻ്റെ പേരിൽ. പക്ഷെ അങ്ങനെ പറയാമെന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മസ്ജിദി ഹാദ, എൻ്റെ ഈ പള്ളിയിലെ നമസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിന് മാത്രമേ അള്ളാഹുവിലേക്ക് ചേർത്തി മാത്രമേ പറയാൻ പാടുള്ളൂ എങ്കിൽ നബിയിലേക്കും ചേർത്തി പറയാൻ പറ്റില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദി ഹാദ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വേറെയും ഹദീസുകളിൽ സഹാബത്ത് ചില പള്ളികളുടെയൊക്കെ പേര് പറഞ്ഞതായി കാണാൻ പറ്റും. അതുപോലെ മസ്ജിദ് ഖുബ, അത് ആ നാടിൻ്റെ പേരാണ്.
അങ്ങനെ ചേർത്തി പറയുന്നതിൽ തരക്കേടില്ല എന്നുള്ളതാണ് ശരി. പക്ഷേ മറ്റൊരു മസലയുണ്ട്. എന്താണ്? ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ, സഹീഹ് ബുഖാരിയുടെ ഷറഹാണ്, ഇബ്നു ഹജറിൻ്റെ ഫത്ഹുൽ ബാരിയുണ്ട്, അതുപോലെ ഇബ്നു റജബിന് അതേ പേരിലൊരു കിതാബുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ, ഹംബലി മദ്ഹബിലൊക്കെയുള്ള അറിയപ്പെട്ട ഇബ്നു ഹുബൈറ റഹിമഹുല്ലാഹ് എന്ന് പറയുന്നൊരു ഇമാം, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പള്ളി ഒരാളുടെയും പ്രത്യേക സ്വത്തായി കാണാൻ പാടില്ല. പേരിടുന്നതിന് പ്രശ്നമില്ല, പക്ഷേ ഒരു വിഭാഗത്തിൻ്റെ പള്ളി എന്ന് പറഞ്ഞുകൊണ്ട് പള്ളി നിയന്ത്രിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അത് ശരിവെക്കുകയാണ്, അഭിപ്രായം ശരിയാണെന്നാണ് പറയുന്നത്. അത് ന്യായമാണ്. കാരണം പള്ളി അള്ളാഹുവിൻ്റെതാണ്, എല്ലാ മുസ്ലിമീങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. ന്യായമായ കാരണങ്ങളില്ലാതെ പള്ളി കൈവശപ്പെടുത്തി വെക്കാൻ പാടില്ല. ഒരാളെയും പള്ളി നമസ്കരിക്കുന്നതിൽ നിന്നോ ഇബാദത്തുകൾ ചെയ്യുന്നതിൽ നിന്നോ മറ്റുള്ള അള്ളാഹുവിൻ്റെ ദിക്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പള്ളിയിൽ മൂത്രമൊഴിച്ച ആളോട് എന്താണ് പറഞ്ഞത്? ഇന്നൽ മസാജിദ ലം തുബ്ന ലിഹാദ ഇന്നമ ബുനിയത് ലിദിക്രില്ലാഹി വമാ വാലാഹു. അള്ളാഹുവിൻ്റെ ദിക്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ നിന്ന് ഒരാളെ തടയാൻ പാടില്ല പള്ളിയിൽ നിന്ന്, ന്യായമായ കാരണങ്ങളില്ലാതെ. കാരണമുണ്ടെങ്കിൽ തടയാം. ഇപ്പോൾ ഒരാൾ ബിദ്അത്തിൻ്റെ ആളാണ്, അല്ലെങ്കിൽ വിവരമില്ലാത്ത ആളാണ്, അങ്ങനെയുള്ള ഒരാൾ പള്ളിയിൽ ഒന്ന് സംസാരിക്കുന്നു, അവർ തടയാം. അല്ലെങ്കിൽ പള്ളിയിൽ ശബ്ദമുണ്ടാക്കി മറ്റുള്ളവർ തടസ്സപ്പെടുത്തുന്നു, അല്ലെങ്കിൽ പള്ളിയുടെ സുരക്ഷയ്ക്ക് തടസ്സമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു, പള്ളി വൃത്തികേടാക്കുന്നു, ഇങ്ങനെയുള്ള ആളുകൾ തടയാം. അതല്ലാതെ നമ്മുടെ പാർട്ടി, ഗ്രൂപ്പ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ന്യായം, ഈ നാട്ടുകാരൻ എന്ന് പറഞ്ഞ് പള്ളിയിൽ നിന്ന് ഒരാളെയും ന്യായമില്ലാതെ തടയാൻ പാടില്ല എന്ന് ഇബ്നു റജബ് റഹിമഹുല്ലാഹ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ പള്ളിയെ ബഹുമാനിക്കണം. പള്ളികളെന്ന് പറയുന്നത് അള്ളാഹു ആദരിച്ചിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണല്ലോ ഈ ആയത്തിൽ പ്രത്യേകം എടുത്ത് പറയുന്നത് വന്നൽ മസാജിദ ലില്ലാഹി. അല്ലെ, ഭൂമി മുഴുവൻ അള്ളാഹുവിൻ്റെതാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ പ്രത്യേകിച്ച് പള്ളി അള്ളാഹുവിൻ്റെതാണെന്ന് പറയാൻ കാരണം എന്താ? പള്ളികൾ ബഹുമാനിക്കണം. പള്ളികൾ അള്ളാഹു പ്രത്യേകം അവനിലേക്ക് തശ്രീഫ്, അതിന് ആദരവ് കൊടുക്കാൻ വേണ്ടി ചേർത്തി പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആരെങ്കിലും പള്ളിയിൽ കച്ചവടം ചെയ്താൽ ഇദാ റഅയ്തും മൻ ബാഅ ഫിൽ മസ്ജിദി അവ ഇബ്താഅ, ആരാണോ പള്ളിയിൽ എന്തെങ്കിലും വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് ഫഖൂലു ലഹു ലാ അർബഹ അല്ലാഹു തിജാറതക്, അള്ളാഹു നിൻ്റെ കച്ചവടം വിജയിപ്പിക്കാതിരിക്കട്ടെ, ലാഭം തരാതിരിക്കട്ടെ, നഷ്ടമാക്കട്ടെ എന്ന് അവനോട് പറയുക. ഇമാം തിർമിദിയും നസായിയൊക്കെ ഉദ്ധരിച്ച ഹദീസ്. അതുപോലെ സഹീഹ് മുസ്ലിമിൽ കാണാം, ആരെങ്കിലും നഷ്ടപ്പെട്ട സാധനം പള്ളിയിൽ അന്വേഷിച്ചാൽ ഫഖൂലു ലഹു, അവനോട് പറയണം ലാ റദ്ദഹ അല്ലാഹു അലൈക്, അത് നിനക്ക് തിരിച്ച് കിട്ടാതിരിക്കട്ടെ എന്നവനോട് പറയുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? പള്ളികളെന്ന് പറയുന്നത് ഇതിനു വേണ്ടിയുള്ളതല്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയുടെ പുറത്ത് ഒരു ടെൻ്റ് ഉണ്ടാക്കി വെച്ചിരുന്നു. എന്നിട്ട് പറയും മൻ അറാദ അൻ യൽഗത ഔ യുൻഷിദ ശിഅറൻ ഔ യുൻഷിദ ളാലത്തൻ, ആർക്കെങ്കിലും ബഹളം വെക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കവിത ചൊല്ലണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിരിക്കുക, പള്ളിയിലിരിക്കരുത്, പള്ളിയിൽ സംസാരിക്കരുത് എന്ന് അവരോട് പറയുമായിരുന്നു. അപ്പോൾ പള്ളികൾ ഉണ്ടാക്കിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ദിക്റിന് വേണ്ടിയാണ്, ഇബാദത്തിന് വേണ്ടിയാണ്. അതാണ് പള്ളികളുടെ ലക്ഷ്യം. അത് വിശുദ്ധ ഖുർആൻ അള്ളാഹു എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഫി ബുയൂത്തിൻ അതിന് അള്ളാഹു അൻ തുർഫ, അല്ലെ, പള്ളികൾ അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടി ഉണ്ടാക്കപ്പെടുന്നതാണ്. ഫി ബുയൂത്തിൻ അതിന് അള്ളാഹു അൻ തുർഫ വയുദ്കറ ഫീഹ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹ ബിൽ ഗുദുവി വൽ ആസാൽ റിജാലുൻ ലാ തുലീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സക്കാ. അപ്പോൾ പള്ളികൾ അള്ളാഹു പ്രത്യേകം ബഹുമാനിക്കുകയും അതിനെപ്പറ്റി എടുത്ത് വിവരിച്ച് വിശുദ്ധ ഖുർആൻ പറയുകയും ചെയ്തിട്ടുള്ളതാണ്. ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, അതിനാൽ നിങ്ങൾ അള്ളാഹുവിന് പുറമെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. പള്ളികൾ അള്ളാഹുവിൻ്റെതാണ്, അതിനാൽ നിങ്ങൾ അവന് പുറമെ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു പരസ്പര ബന്ധം എന്താണ്? മറ്റുള്ള സമുദായങ്ങൾ, യഹൂദികളും നസാറാക്കളും അവരുടെ ആരാധനാലയങ്ങളിൽ വെച്ച്, അവരുടെ മസ്ജിദുകളിൽ വെച്ച് അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ അവൻ്റെ വീടുകളായ മസ്ജിദുകളിൽ വെച്ച് തന്നെ നിങ്ങൾ ശിർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ അപരാധമാണ്, മറ്റൊരു സ്ഥലത്ത് വെച്ച് ചെയ്യുന്നതിനേക്കാൾ കുറ്റകരമാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അള്ളാഹുവിന് പുറമെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, അല്ലെ, നക്കിറ ഫി സിയാഖിൻ നഫി. അഹദൻ എന്നുള്ളത് നക്കിറയാണ്, ഒരാളെയും. അപ്പോൾ അത് മലക്കാവട്ടെ റസൂലാവട്ടെ എല്ലാവരും പെട്ടു. അറബിയിൽ ഇങ്ങനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് പുറമെ മറ്റൊരാളെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത്. വഅന്നഹു ലമ്മ ഖാമ അബ്ദുല്ലാഹി യദ്ഉഹു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കാ മുശ്രിക്കുകളോട് പറയാൻ വേണ്ടി അള്ളാഹു തആല പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് വന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, അള്ളാഹുവിന് പുറമെ അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊരാളെയും വിളിച്ച് ദുആ ചെയ്യരുത്. വഅന്നഹു ലമ്മ ഖാമ അബ്ദുല്ലാഹി യദ്ഉഹു,
ഇനി അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിനെ വിശേഷിപ്പിക്കുകയാണ്, വർണ്ണിക്കുകയാണ്. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കൽപ്പന നടപ്പിലാക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ദഅവത്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദഅവത്തിന് വേണ്ടി എന്തൊക്കെ പ്രയാസങ്ങളാണ് സഹിച്ചത്. വഅന്നഹു ലമ്മ ഖാമ അബ്ദുല്ലാഹി, അള്ളാഹുവിൻ്റെ അടിമ എഴുന്നേറ്റ് നിന്നപ്പോൾ, ഇവിടെ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദൗത്യവുമായി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ. അപ്പോൾ ദഅവത്ത് എന്ന് പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി, ഞാനും എന്നെ പിന്തുടർന്നവരും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ, വ്യക്തമായ ബസീറത്തിൻ്റെ ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരാണ് ഞാനും എന്നെ പിന്തുടരുന്നവരും. അപ്പോൾ ഈ ഉമ്മത്തിൻ്റെ ബാധ്യതയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുന്നവരാണ് മുസ്ലിം ഉമ്മത്ത്. മുസ്ലിം ഉമ്മത്തിൻ്റെ സാമൂഹ്യ ബാധ്യതയാണ്, ഫർളു കിഫായയാണ് എന്ത്, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുക എന്നുള്ളത് നിർബന്ധ ബാധ്യതയാണ്. അല്ല, ഇന്ന് ചില ആൾക്കാർ പറയുന്നത് അങ്ങനെ ആളുകളെല്ലാവരെയും പിടിച്ച് മുസ്ലിം ആക്കണമെന്ന് നമുക്ക് കരാറൊന്നുമില്ല, അങ്ങനെ നമ്മൾ ആരും ഏൽപ്പിച്ചിട്ടില്ല. അത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജോലിയാണ് വമൻ ഇത്തബഅനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്തവരെയും. പക്ഷേ ഇവരങ്ങനെ പറയുന്നത് ഒരു നിലക്ക് നോക്കിയ ന്യായമാണ്, കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്യുന്നവരല്ല, ശിർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ഇത്തിബാ. അതുകൊണ്ട് തന്നെ അവർ ദഅവത്ത് ചെയ്യേണ്ട കാര്യമില്ല. മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ദഅവത്ത് ചെയ്യുക എന്നുള്ളത്. പക്ഷേ അതിലും അതിര് കവിച്ചലിൻ്റെ ആവശ്യമില്ല. ചില ആളുകൾ ദഅവത്ത് ഫർള് ഐനാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, ഓരോരുത്തർക്കും ദഅവത്ത് നിർബന്ധമാണ്. അത് ശരിയല്ല. ഫർള് കിഫായാണ്, മുസ്ലിം ഉമ്മത്തിൽ കഴിവുള്ളവർ ചെയ്യേണ്ടതാണ്, അറിവുള്ളവർ ചെയ്യേണ്ടതാണ്. അറിവുള്ളവരെന്ന് പറഞ്ഞാൽ ദീനിനെ പറ്റിയുള്ള എല്ലാ അറിവും അങ്ങനെയുള്ള ഒരാളും ലോകത്തില്ല, അത് അമ്പിയാക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അറിവിൻ്റെ അളവിനനുസരിച്ച് ദഅവത്ത് ചെയ്യുക, അറിവ് കൂടുതലുള്ളവർ കൂടുതൽ ദഅവത്ത് ചെയ്യുക, അറിവ് കുറവുള്ളവർ കുറച്ച് ദഅവത്ത് ചെയ്യുക, അതാണ് ആവശ്യം. അതുപോലെ മറ്റ് കഴിവുള്ളവർ അറിവുള്ളവരെ സഹായിക്കുക, സാമ്പത്തികമായ കഴിവുള്ള ആളുകൾ, ദഅവത്തിന് യോഗ്യതയുള്ള ആളുകളെ സമ്പത്ത് കൊണ്ട് സഹായിക്കുക. അതുപോലെ മറ്റെന്തെങ്കിലും കഴിവുകളുള്ള ആളുകൾ, എന്തെങ്കിലും ടെക്നോളജി അറിയുന്ന ആളുകൾ, അത് ദഅവത്തിന് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇത് മുസ്ലിം ഉമ്മത്തിൻ്റെ ബാധ്യതയാണ്. ഇവിടെ ദഅവത്തിനെ പറ്റി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറഞ്ഞത് റസൂലുള്ളാഹ് എന്നല്ല, ശരിക്ക് റിസാലത്തിൻ്റെ ഭാഗമാണ് ദഅവത്ത് എന്ന് പറയുന്നത്. അല്ലെ, ആളുകളിലേക്ക് ഈ ദീൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്, അതിനാണ് റിസാലത്ത് എന്ന് പറയുന്നത്, പറഞ്ഞയക്കുക. അള്ളാഹു പറഞ്ഞയച്ചവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പോലും അബ്ദുല്ലാ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്, അള്ളാഹുവിൻ്റെ അടിമ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മദാരിജ് സാലിക്കീൻ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നത് കാണാം, അള്ളാഹുവിൻ്റെ അടിമയായിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യനെത്താവുന്ന ഏറ്റവും വലിയ സ്ഥാനം. കാരണം എന്താണ്? കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്നവൻ, അവന് വഴിപ്പെട്ടവൻ, അവൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നവൻ എന്നൊക്കെയാണ് അബ്ദ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അതാണ് ഏറ്റവും വലിയ സ്ഥാനം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി പറഞ്ഞ 3 സ്ഥലങ്ങളിൽ, 3 വലിയ സ്ഥാനങ്ങളിൽ, മഖാമുകളിൽ. എന്തൊക്കെയാണ് ആ 3 സ്ഥാനം? ഒന്ന് ദഅവത്ത്, ഈ ആയത്താണ് അതിനുദാഹരണം. രണ്ടാമത്തേത് ഇസ്രാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ സ്ഥാനക്കയറ്റമാണ് ഇസ്രാ മിറാജ് എന്ന് പറയുന്നത്, അവിടെ. അതുപോലെ മറ്റൊരു സ്ഥലം എവിടെയാണ്? മൂന്നാമത്തേത് കേട്ടില്ല. ഖുർആൻ അവതരിപ്പിച്ചത്, വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. ഈ 3 കാര്യങ്ങൾ പറഞ്ഞിടത്തും അബ്ദ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. വഅന്നഹു ലമ്മ ഖാമ അബ്ദുല്ലാഹി, ദഅവത്ത്. സുബ്ഹാനല്ലദി അസ്റ ബി അബ്ദിഹി, അവിടെ ബി റസൂലിഹി എന്ന് പറഞ്ഞിട്ടില്ല. മൂന്നാമത്തത് ആയത്തേതായിരുന്നു? അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ, സൂറത്തുൽ കഹ്ഫിൽ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഈ 3 സ്ഥലത്തും പറഞ്ഞിരിക്കുന്നത്. വഅന്നഹു ലമ്മ ഖാമ അബ്ദുല്ലാഹി യദ്ഊഹു, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു നല്ല അടിമയാവാൻ ശ്രമിക്കുക. അതാണ് ഒരു മുഅ്മിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അടിമ എങ്ങനെയാണ് ഉടമയെ അനുസരിക്കുക? ചോദിക്കാൻ അവകാശമില്ല, പറഞ്ഞതുപോലെ അനുസരിക്കുക. അത്വാഅത്തുൽ മുത്ലഖ, നിരുപാധികമായ അനുസരണം. അത് അള്ളാഹുവിനോടാണ് കാണിക്കേണ്ടത്. നിരുപാധികമായി അള്ളാഹുവിനെ അനുസരിക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനയോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാതിരിക്കുക. ഇന്ന് നമ്മൾ നോക്കിയാൽ ഇല്ല, നിരവധി ആളുകൾ, മുസ്ലിം എന്ന് പറയുന്ന ആളുകൾക്ക് ഇല്ലാത്ത സ്വഭാവമാണ്. ഓരോരുത്തർക്ക് ഇസ്ലാമിലെ കുറേ കൽപ്പനകളോട് വിരോധം, എന്നിട്ട് അവർ ആ വിരോധത്തെ ന്യായീകരിക്കാൻ വേണ്ടി അവർ ഇസ്ലാമിന് അവർക്കിഷ്ടപ്പെട്ട ഒരു വേർഷൻ ഉണ്ടാക്കും, ഇസ്ലാമിൻ്റെ മാനവിക വായന. കാരണം എന്താ? ഇവന് ഇഷ്ടപ്പെടാത്ത കുറേ നിയമങ്ങളുണ്ട്, അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് അതൊന്നും മാനവികമല്ല, ബാക്കി ഇവന് ഇഷ്ടപ്പെട്ടതാണ് മാനവിക വായന എന്ന് പറയുന്നത്. വേറൊരാൾക്ക്, ഒരു പെണ്ണിന് ഇസ്ലാമിൻ്റെ കുറേ കൽപ്പനകൾ ഇഷ്ടപ്പെടുന്നില്ല, അപ്പോൾ സ്ത്രീപക്ഷ വായന എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം സെലക്റ്റഡ്,
അതാണ് സ്ത്രീപക്ഷ വായന. വേറെ ആൾക്കാർക്ക് ഓരോരുത്തർക്കും അവനവന് ഇഷ്ടപ്പെട്ട വായനകളാണ്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് വരെ ഉണ്ട് അവരുടേതായ ഇസ്ലാം, അവരുടേതായ ഖുർആൻ, സോഷ്യലിസ്റ്റ് ഇസ്ലാം, ഇങ്ങനെ പലതരം ഇസ്ലാമുകൾ. അതല്ല ഒരു മുഅ്മിൻ്റെ സ്വഭാവം. അള്ളാഹുവിൻ്റെ റസൂൽ, ഏറ്റവും മുന്തിയ റസൂൽ, ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ, അദ്ദേഹം അബ്ദുള്ള, അള്ളാഹിൻ്റെ അടിമയാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള മനുഷ്യരുടെ സ്ഥാനം എന്താണ്? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക അല്ലാതെ നമുക്ക് യാതൊരു വഴിയും ഇല്ല. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. ഇനി വഅന്നഹു ലമ്മ ഖാമ അബ്ദുല്ലാഹി യദ്ഉഹു കാദു യകൂനൂന അലൈഹി ലിബദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദഅവത്ത് ചെയ്തപ്പോൾ, ദഅവത്തുമായി എഴുന്നേറ്റ് നിന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ദഅവത്ത് ചെയ്യാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടപ്പോൾ, കാദു യകൂനൂന അലൈഹി ലിബദ, അള്ളാഹുവിൻ്റെ അടിമ എന്നുള്ളതിനെ പറ്റി ഒരു വാക്കുകൂടി. ഒരാളെ ഇന്ന് ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം ചൈനക്കാരനാണ്, ഇസ്ലാം സ്വീകരിച്ച ആളാണ്. 2 ആഴ്ച മുമ്പ് ഇസ്ലാം സ്വീകരിച്ചതാണ്. അപ്പം അദ്ദേഹത്തിന് കലിമ ചൊല്ലിക്കൊടുത്ത ആൾ എന്നോട് പറഞ്ഞത്, അദ്ദേഹം ഒരു പേര് നിർദ്ദേശിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ പേര് ചോദിച്ചപ്പോൾ അബ്ദുള്ള എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. അയാൾ ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയുന്നത് അബ്ദുള്ള അബ്ദുള്ള എന്ന് വിളിച്ച് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിനെ പറ്റി വളരെ വിചിത്രമായ രീതിയിലാണ് അദ്ദേഹം കേൾക്കുന്നത്, മനസ്സിലാക്കുന്നതൊക്കെ. ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അറബി അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല, ഒരു ഭാഷയും വേറെ ചൈനീസ് അല്ലാതെ അറിയില്ല. അങ്ങനെയുള്ള ഒരാൾ, അയാൾ വളരെ അത്ഭുതകരമായ രീതിയിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അപ്പോൾ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട് ചെറിയ രീതിയിൽ. അപ്പോൾ അബ്ദുള്ള എന്നുള്ള പേരിട്ടോ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം ഇന്നതാണ്, അള്ളാഹിൻ്റെ അടിമയാണെന്ന് പറഞ്ഞപ്പോൾ ഇയാളുടെ സന്തോഷം കണ്ടിട്ട് ഈ പറഞ്ഞു കൊടുത്താൽ ഞെട്ടിപ്പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ വാക്കിൻ്റെ അർത്ഥം ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറയുന്നത്. അതിൽ നിന്ന് പല ന്യായവും പല പഴുതുകളും അന്വേഷിച്ച് ഓടി രക്ഷപ്പെടാനാണ് ആളുകൾ ശ്രമിക്കുന്നത്. അതല്ല വേണ്ടത്. നേരെ മറിച്ച് അള്ളാഹു തആല കൽപ്പിച്ചിട്ടുണ്ടോ, സമിഅനാ വഅതഅന, കേട്ടു അനുസരിച്ചു. അതാണ് അടിമയുടെ പണി. കേൾക്കുക, അനുസരിക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം പിന്തുടരുക, ഇഷ്ടപ്പെടാത്ത തള്ളിക്കളയുക. ഇത് അടിമയാണോ? അടിമയല്ല, അവൻ പങ്കാളിയാണ്. അള്ളാഹിൻ്റെ ശരീക്കാവാനാണ് ശ്രമിക്കുന്നത്. അതല്ല ഒരു മുഅ്മിൻ്റെ സ്വഭാവം. അള്ളാഹുവിൻ്റെ അടിമയായി എന്നുള്ളത് സന്തോഷിക്കുകയാണ് വേണ്ടത്. അള്ളാഹുവിനെ ഞാൻ അനുസരിച്ചു എന്നുള്ളതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ? അത് മനുഷ്യൻ്റെ സ്ഥാനത്തിന് നിരക്കുന്നതാണോ എന്നൊക്കെ ചിലപ്പോൾ മനസ്സിൽ തോന്നും. നിസ്സാരന്മാരായിട്ടുള്ള, ഒരു പനി വന്നാൽ മരിച്ചു പോകാൻ കിടക്കുന്ന ആളുകളുടെ അടിമത്തം വരെയാണ് നടക്കുന്നത് മനുഷ്യരിൽ പല ആളുകളും. അവർ ഇഷ്ടപ്പെടുന്ന ഭക്ഷണ രീതി, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ താരത്തെ ഇഷ്ടപ്പെട്ടാൽ, ഒരു സിനിമാ താരത്തെ ഇഷ്ടപ്പെട്ടാൽ, ഈ പറയുന്ന താരങ്ങളൊന്നും ഇവന് 10 പൈസയുടെ ഉപകാരം ചെയ്തിട്ടില്ല. അവർ ഉപയോഗിക്കുന്ന വാഹനം, അവരുപയോഗിക്കുന്ന കളറ്, അവരുപയോഗിക്കുന്ന ടീഷർട്ട്, അവൻ്റെ പേര് പുറത്ത് എഴുതി വെച്ച് നടക്കുന്നു. അതൊക്കെ ഒരാളുടെ സ്ഥാനത്തിൽ നിരക്കുന്നതാണോ, നമ്മുടെ മനുഷ്യൻ്റെ നിലവാരത്തിന് ചേരുന്നതാണോ എന്നൊന്നും ആർക്കും സംശയമില്ല. അതൊക്കെ പുരോഗതിയാണ്. പക്ഷേ റബ്ബുൽ ആലമീൻ, നമ്മളെ സൃഷ്ടിച്ചവൻ, അവനോട് അനുസരണ കാണിക്കുക എന്ന് പറഞ്ഞാൽ, കണ്ണുപൂട്ടി അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവൻ്റെ യഥാർത്ഥ അടിമകളായി ഉറപ്പിച്ച് നിർത്തുമാറാകട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദഅവത്തുമായി പുറപ്പെട്ടപ്പോൾ, അല്ല ഇന്നിപ്പോൾ ദഅവത്ത് വേണ്ടാന്ന് പറയുന്ന ആളുകൾ, അവർ പറയുന്നത് എന്താണ്? ദഅവത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ പ്രശ്നമാണ്. അന്ന് കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഇന്ന് പ്രശ്നമാണ്. അപ്പോൾ അന്നും പ്രശ്നമുണ്ടായിരുന്നു. ലമ്മ ഖാമ അബ്ദുല്ലാഹി യദ്ഉഹു കാദു യകൂനൂന അലൈഹി ലിബദ. എന്താണ് അർത്ഥം? ലിബദ എന്ന് പറഞ്ഞാൽ കൂടി ചേർന്നത്, അട്ടിയായി കിടക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. തലബദ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുടിയൊക്കെ വെള്ളം നനഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും പശയിലൊക്കെ മുക്കിയെടുത്താൽ അത് കട്ട പിടിച്ച് നിൽക്കും. അതിനാണ് തലബദ എന്ന് പറയുക. അങ്ങനെ അവർ അട്ടിയായി അടുക്കുകളായി നിന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ആയത്തിന് 3 വ്യാഖ്യാനങ്ങൾ മുൻഗാമികൾ പറഞ്ഞത് കാണാം, മുഫസ്സിരിങ്ങൾ പറഞ്ഞത് കാണാം. ഒന്ന്, ഖുർആൻ ഓത്ത് കേട്ടപ്പോൾ, ജിന്നുകൾ ഖുർആൻ കേട്ട കഥയാണല്ലോ സൂറത്തിൽ പറയുന്നത്. ഖുർആൻ കേട്ട സമയത്ത് അവർ ഖുർആൻ കേൾക്കാനുള്ള താല്പര്യം കൊണ്ട്, ആവേശം കൊണ്ട് ഒരാൾ മറ്റൊരാളുടെ തലയിൽ കയറി, അല്ലെ തിരക്കുകൊണ്ട് അങ്ങനെ അവർ തിരക്ക് കൂട്ടി എന്നൊരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതുമ്പോൾ മുശ്രിക്കുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഖുർആൻ കേൾക്കാൻ വേണ്ടി അവർ വരുന്ന കഥയൊക്കെ സീറയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ അവർ തിരക്ക് കൂട്ടാറുണ്ടായിരുന്നു, ഒരാളുടെ തോളിൽ കയറി നിൽക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. മൂന്നാമത്തെ വ്യാഖ്യാനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരായി മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിക്കാനും വേണ്ടി അവർ അങ്ങേയറ്റം സഹകരിക്കുമായിരുന്നു. അവരൊറ്റക്കെട്ടായി കൂട്ടമായി ഇറങ്ങി വരാറുണ്ടായിരുന്നു. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലേതാണ് ശരി? മുഫസ്സിരിങ്ങൾ ഇതിനെക്കുറിച്ച് കുറേ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇമാം തൊബരിയും ഇബ്ൻ കസീറൊക്കെ. അപ്പോൾ തൊബരി പറയുന്നത് ഇതിൽ ശരിയായത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരായി സംഘടിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്താ കാരണം? നമ്മൾ പറഞ്ഞു, ഇവിടെ ജിന്നുകളെക്കുറിച്ചുള്ള വിഷയം കഴിഞ്ഞു. പിന്നെ മക്ക മുശ്രിക്കുകളുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെയും ജിന്നിൻ്റെ കഥ വരിക എന്നുള്ളത് അതൊരു ഭംഗി കുറവുണ്ട്. അപ്പോൾ സിയാഖ്, ഈ സൂറത്തിൻ്റെ ആയത്തുകളുടെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് അതിനോട് ചേരുന്ന അഭിപ്രായം ഇതാണ്, മുശ്രിക്കുകളുടെ സഹകരണം. അതുപോലെ തന്നെ ഇനിയുള്ള ആയത്തുകൾ നോക്കിയാലും, ഇതിന് ശേഷം വരാൻ പോകുന്ന ആയത്തുകൾ നോക്കിയാലും
അവരോട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇമാം തബരിയും ഇബ്നു കസീറും ഒക്കെ തർജീഹ് ചെയ്തിട്ട് അഭിപ്രായം. അപ്പോൾ ഇങ്ങനെയുള്ള കഷ്ടപ്പാട് അന്നുണ്ടായിരുന്നു. തല്ലാൻ വേണ്ടി ആൾക്കാർ വരുന്നതും കാല് എറിഞ്ഞ് പിന്നെ ചോര വരുന്നതും അതുപോലെ തന്നെ കദ്ദാബാണെന്ന് വിളിച്ച് പരത്തുന്നതും ഇതൊക്കെ അന്ന് നടന്നിട്ടുണ്ട്. അതൊക്കെ നേരിട്ടിട്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദീൻ ഇങ്ങോട്ട് എത്തിച്ചു തന്നത്, നമുക്ക് കൈമാറിയത്. അപ്പം കഷ്ടപ്പാട് എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടായൊരു സംഗതിയല്ല. ആ കഷ്ടപ്പാടാണ് ഇവിടെ പറയുന്നത്. കാദു യകൂനൂന അലൈഹി ലിബദ, അവർ ഒരാളുടെ തോളിൽ മറ്റൊരാൾ കയറുമാറായിപ്പോയി. അത്രമാത്രം അവർ തിരക്ക് കൂട്ടി. എന്തിന്? തല്ലാൻ വേണ്ടി. ആരാദ്യം തല്ലുന്നത്, ആദ്യം ആരെ തെറി വിളിക്കുന്നത് എന്ന കാര്യത്തിൽ അവർ മത്സരിക്കുമായിരുന്നു. അവർ കൂട്ടമായി അവരതിന് പുറപ്പെടുമായിരുന്നു. ഖുൽ ഇന്നമ അദ്ഉ റബ്ബി, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പറയാൻ അവരോട് പറയേണ്ടത് എന്താണ്? ഇന്നമ അദ്ഉ റബ്ബി, എൻ്റെ വിഷയം ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് എനിക്ക് അധികാരം കിട്ടാൻ വേണ്ടിയിട്ടോ എനിക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഇന്നമ അദ്ഉ റബ്ബി, ഞാൻ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യുകയുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദ, അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. അതാണ് തൗഹീദ്, ഇതാണ് എൻ്റെ വിഷയം. ഇതിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുൽ ഇന്നി ലാ അംലികു ലക്കും ദർറൻ വലാ റഷദ, നീ അവരോട് പറയുക, തൗഹീദ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ എല്ലാത്തിൻ്റെയും അധികാരം, ഇബാദത്തിനുള്ള അവകാശം അള്ളാഹുവിൻ്റെ കയ്യിൽ മാത്രമാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു പങ്കാളിത്തം എനിക്ക് കൂടി ഉണ്ടോ? എന്നെയും അള്ളാഹുവിനെയും കൂടി ആരാധിക്കാൻ വേണ്ടിയിട്ടാണോ ക്ഷണിക്കുന്നത്? അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ചുളുവിൽ അള്ളാഹുവിൻ്റെ ഒരു സഹായി എന്നുള്ള നിലക്ക് കുറച്ച് ആരാധന എനിക്കും കുറച്ച് ദുആ എനിക്കും അല്ല. ഖുൽ ഇന്നി ലാ അംലികു ലക്കും ദർറൻ വലാ റഷദ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്യാനോ ഉപകാരം ചെയ്യാനോ എനിക്ക് സാധിക്കുകയില്ല. ഖുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദ്, നിങ്ങൾക്കും അങ്ങോട്ട് ഉപകാരം ചെയ്യാൻ പോയിട്ട് എന്നെ നിങ്ങൾ വല്ല ഉപദ്രവം ചെയ്യുകയാണെങ്കിൽ, എന്നോട് വല്ല ഉപദ്രവം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പോലുള്ള കഴിവ് എനിക്കില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള കഴിവ് അതുപോലും എനിക്കില്ല. ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ, അള്ളാഹുവിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ. അള്ളാഹുവിനെ രക്ഷിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഖദറിൻ്റെ ഭാഗമായി എന്ത് സംഭവിച്ചാലും, നിങ്ങൾ ഉപദ്രവിച്ചാലും അള്ളാഹു വല്ല ശിക്ഷ ഇറക്കിയാലും എന്ത് സംഭവിച്ചാലും ലൻ യുജീറനി അഹദ്, ഒരാളും എന്നെ രക്ഷിക്കുകയില്ല. വലൻ അജിദ മിൻ ദൂനിഹി മുൽതഹദ, അള്ളാഹുവിന് പുറമെ ഒരു അഭയവും എനിക്ക് കിട്ടുകയില്ല. മുൽതഹദ് എന്ന് പറഞ്ഞാൽ, ലഹദ് എന്ന് പറഞ്ഞാൽ ചെരിവ് എന്നാണ് അർത്ഥം. അല്ലെ, നമ്മൾ ഖബർ കുഴിക്കുമ്പോൾ സൈഡിലേക്ക് വെട്ടുന്നതിനാണ് ലഹദ് എന്ന് പറയാം. അപ്പോൾ മുൽതഹദ് എന്ന് പറഞ്ഞാൽ അഭയം എന്നാണ് അർത്ഥം. എന്താ തമ്മിലുള്ള ബന്ധം? ഒരു ചെരിവ് അല്ലെങ്കിൽ മയിൽ ഒരു ഭാഗത്തേക്ക് ചായുക എന്നൊക്കെയാണ് അർത്ഥം ലഹദിൻ്റെ. അപ്പോൾ അഭയം തേടിക്കൊണ്ട് അള്ളാഹുലേക്ക് ചായുക, അല്ലെങ്കിൽ അഭയം തേടിക്കൊണ്ട് ആരിലേക്കെങ്കിലും ചായുക, അങ്ങനെ ചായാനുള്ള ഒരു സ്ഥലം, അതാണ് മുൽതഹദ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അഭയം തേടാൻ ഒരാളുമില്ല അള്ളാഹു അല്ലാതെ. ഇല്ലാ ബലാഗം മിൻ അല്ലാഹി വ റിസാലാത്തിഹി, അള്ളാഹുവിൽ നിന്ന് ബലാഗ്, അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ, അള്ളാഹു ഏൽപ്പിച്ച കാര്യങ്ങൾ അങ്ങോട്ട് എത്തിച്ചേരുക എന്നതല്ലാതെ, വ റിസാലാത്തിഹി, അള്ളാഹുവിൻ്റെ റിസാലാത്ത്, അള്ളാഹു ഏൽപ്പിച്ച സന്ദേശങ്ങൾ നിങ്ങൾക്ക് കൈമാറുക എന്നുള്ളതല്ലാതെ എനിക്ക് യാതൊരു കഴിവുമില്ല. അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഒരു ചെറിയ സംശയം ചിലപ്പോൾ തോന്നും, എന്നെ രക്ഷിക്കാൻ ആരുമില്ല, അള്ളാഹുവിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വേറെ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് ഇല്ലാ ബലാഗം മിൻ അല്ലാഹി വ റിസാലാത്തിഹി, അള്ളാഹുവിൽ നിന്നുള്ള കാര്യങ്ങൾ കൈമാറുക എന്നതല്ലാതെ, ഇത് പറയുമ്പോൾ ഒരു രണ്ടും തമ്മിൽ ചേർച്ചക്കുറവ് തോന്നുന്നുണ്ടോ? രണ്ട് വാചകങ്ങൾ തമ്മിൽ. ആദ്യത്തെ സെൻറ്റൻസ് എന്താണ്? അള്ളാഹു എന്നെ ശിക്ഷിച്ചാൽ എനിക്ക് അഭയം തരാൻ ആരുമില്ല, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുമില്ല, ഒന്നാമത്തെ സെൻറ്റൻസ്. രണ്ടാമത്തേത് ഇല്ല ബലാഗം മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് ഉള്ള സന്ദേശങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരികയല്ലാതെ. ഈ രണ്ട് സെൻറ്റൻസും തമ്മിൽ ഒരു ചേർച്ചയുണ്ടോ? ഒരു ചേർച്ചക്കുറവുണ്ട്. ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ചേർച്ചക്കുറവുണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് ആയത്തുകൾ തമ്മിലല്ല, നമ്മളെ പരിഭാഷ തമ്മിൽ, രണ്ട് വാചകങ്ങളുടെയും പരിഭാഷകൾ തമ്മിൽ ഒരു ചേർച്ചക്കുറവുണ്ട്. അപ്പോൾ എന്താണ് പ്രശ്നം? അല്ലേ, ഇത് ഒരു ഇഷ്കാല് തോന്നുക എന്നുള്ളത് ഇമാം ഖറാഫി പറഞ്ഞിട്ടുണ്ട്. ഇഷ്കാല് തോന്നുക എന്നുള്ളത് നിസ്ഫുൽ ഇൽം, അൽ ഇസ്തിഷ്കാൽ നിസ്ഫുൽ ഇൽം, ഇൽമിൻ്റെ പകുതിയാണ് സംശയം തോന്നുക എന്നുള്ളത്. ഖുർആൻ ഓതുമ്പോൾ ഈ ആയത്ത് എങ്ങനെ, ഈ ആയത്തിലെ ഈ സെൻറ്റൻസ് എന്താ ഇങ്ങനെ എന്ന് തോന്നിയാൽ അത് ഇൽമിൻ്റെ പകുതിയാണ്. എന്താണ് പകുതി എന്ന് പറയാൻ കാരണം? എന്താ കാരണം? വെറുതെ പറഞ്ഞാലോ, വെറുതെ ഒരു ആവേശത്തിന് ഇൽമിൻ്റെ പകുതിയാണ് എന്ന് പറഞ്ഞതല്ല. എന്താ കാരണം? അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കും. അപ്പോൾ ഈ സംശയവും അതിൻ്റെ ഉത്തരവും, അതാണ് രണ്ട് പകുതി എന്ന് പറയുന്നത്. ഈ ആയത്തിൽ ഇങ്ങനെ പറയാനുള്ള കാരണം ഇന്നതാണ്, അതാണല്ലോ ഇൽമ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാണ് ചോദ്യം, അത് ഇന്നതാണ് എന്ന് പറഞ്ഞാണ് അതിൻ്റെ ഉത്തരം. നിസ്ഫുൽ ഇൽമ് എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് രണ്ട് വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ ഇല്ല എന്നുള്ളത്, ഇന്നതൊഴികെ എന്ന് പറയുന്നുണ്ട്. ആ ഒഴികെ എന്നുള്ളത് എവിടെയാണ് പോയിട്ട് തൂങ്ങുന്നത്? ഒരു കാര്യം ഇന്നതൊഴികെ, എക്സെപ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്, അല്ലെങ്കിൽ ഒഴികെ എന്ന് മലയാളത്തിൽ പറയുന്നത്, ഇല്ല എന്ന് അറബിയിൽ പറയുന്നത്, എനിക്ക് ഇസ്തിസ്ന എന്നാണ് പറയാം അല്ലേ. അപ്പോൾ ഇസ്തിസ്നായിന് എന്ത് വേണം? ഒരു മുസ്തസ്ന വേണം, മുസ്തസ്ന മിൻഹു വേണം. എല്ലാവരും വന്നു,
സെയ്ദ് ഒഴികെ. അപ്പോൾ എല്ലാവരും വന്നു എന്നുള്ളതിൽ നിന്നാണ് സെയ്ദിനെ ഒഴിവാക്കുന്നത്. അപ്പോൾ എന്തിൽ നിന്നാണ് ഈ ഒഴിവാക്കുന്നത്? അതാണ് മുസ്തസ്നാ മിൻഹു എന്ന് പറഞ്ഞത്. അതെവിടെയാണ് കിടക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ സംശയം. ആ വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, ഖുൽ ഇന്നി ലാ അംലികു ലക്കും ദർറൻ വലാ റഷദ എന്ന് പറയുന്ന 21-ാമത്തെ ആയത്ത്. അതിൽ നിന്നാണ് ഇല്ലാ വരുന്നത്. എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അർത്ഥം? എനിക്ക് നിങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരാൻ സാധിക്കുകയില്ല, അള്ളാഹുവിൻ്റെ റിസാലത്തുകൾ നിങ്ങൾക്ക് എത്തിച്ചു തരികയല്ലാതെ വേറെ ഉപകാരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഒരഭിപ്രായം. അപ്പോൾ ക്ലിയർ അല്ലേ? ശരിയല്ലേ? നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല, അള്ളാഹുവിൻ്റെ റിസാലത്തുകൾ നിങ്ങൾക്ക് എത്തിച്ചേരുക എന്നുള്ളതല്ലാതെ വേറെ ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. രണ്ടാമത്തെ അഭിപ്രായം അതല്ല, അടുത്ത ആയത്ത് 22-ാമത്തെ ആയത്ത്, ഇന്നി ലൻ യുജീറനി മിൻ അല്ലാഹി അഹദുൻ വലൻ അജിദ മിൻ ദൂനിഹി മുൽതഹദ. അള്ളാഹുവിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ എനിക്ക് അഭയമായി വേറെ ആരുമില്ല, ഇല്ലാ ബലാഗൻ മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള റിസാലത്തുകൾ നിങ്ങൾക്ക് എത്തിച്ചു തരികയല്ലാതെ. അപ്പോൾ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിൽ നിന്നുള്ള റിസാലത്തുകൾ നിങ്ങൾക്ക് എത്തിച്ചു തന്നാലല്ലാതെ അള്ളാഹുവിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ ആരുമില്ല. അഥവാ അള്ളാഹ് ഏൽപ്പിച്ച പണി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഷറിൽ നിന്ന് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാവുകയില്ല. ഇത് രണ്ടും ക്ലിയർ അല്ലേ? രണ്ടിൽ ഏതായാലും കുഴപ്പമില്ല. ചില തഫ്സീറുകൾ ഇങ്ങനെയും ചില തഫ്സീറുകൾ അങ്ങനെയും കാണാം. അപ്പോൾ ഇവിടെ തൗഹീദുമായി ബന്ധപ്പെട്ടൊരു വലിയ ഒരു ഫായിദ കിടക്കുന്നുണ്ട്. എന്താണ്? നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല, അള്ളാഹുവിൽ നിന്നുള്ള വഹി നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നതല്ലാതെ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തും ചെയ്യാനുള്ള കഴിവുണ്ട്. മിൻ ജൂദിക ദുനിയ വദറത്തുഹ, ദുനിയാവും ദുനിയാവിൻ്റെ സഹഭാരിയും എന്ന് പറഞ്ഞാൽ ആഖിറത്ത്, ഇത് രണ്ടും താങ്കളുടെ ഔദാര്യത്തിൽ നിന്നുള്ളതാണ്. വമിൻ ഇൽമിക ഇൽമുൽ ലൗഹി വൽ ഖലമി, ലൗഹും ഖലമും ലൗഹുൽ മഹ്ഫൂദും അതിലെഴുതുന്ന പേന കൊണ്ട് എഴുതുന്ന കാര്യങ്ങളും എല്ലാം താങ്കളുടെ ഇൽമുമാണ്. അഥവാ എല്ലാ ഇൽമുമുള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാത്തിനും കഴിവുള്ള ആളുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് വ്യത്യാസം അള്ളാഹുമായിട്ടുള്ളത്? ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്താ? അള്ളാഹ് സ്വതന്ത്രമായിട്ടാണ് ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ കീഴിലാണെന്ന് മാത്രം. ചെയ്യുന്ന കാര്യങ്ങൾ സെയിം, അള്ളാഹ് ചെയ്യുന്നതെല്ലാം ചെയ്യും, അള്ളാഹ് അറിയുന്നതെല്ലാം അറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, ചെറിയ ചെറിയ ഔലിയാക്കന്മാർ വരെ, ഔലിയാക്കന്മാർ എന്ന് പറയുന്ന ആളുകൾ വരെ ഇതെല്ലാം അറിയും, എല്ലാം ചെയ്യും. അതിനുള്ള ഒരു മറുപടി ആയത്തിലുണ്ട്. എന്താണത്? നിങ്ങൾക്കൊന്നും ചെയ്തു തരാൻ എനിക്ക് സാധിക്കുകയില്ല, ഇല്ലാ ബലാഗൻ മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ള വഹി എത്തിച്ചു തരികയല്ലാതെ. അപ്പോൾ ഇവിടെ ഒന്നും എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞത് സ്വതന്ത്രമായിട്ടുള്ള കഴിവാണോ അതോ അള്ളാഹു കൊടുത്തതായിട്ടുള്ള കഴിവുകളാണോ? സ്വതന്ത്രമായിട്ടുള്ള കഴിവാണെങ്കിൽ ഇല്ലാ ബലാഗൻ മിനല്ലാഹി എന്ന് പറയുന്നതിന് അർത്ഥമില്ല. സ്വതന്ത്രമായിട്ട് വഹി എത്തിച്ചു കൊടുക്കാൻ കഴിയുമോ? സ്വതന്ത്രമായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? അള്ളാഹിൻ്റെ അനുവാദം ഇല്ലാതെ? ഒന്നിനും പറ്റില്ലല്ലോ, ഒന്നിനും പറ്റില്ല. അപ്പോൾ സ്വതന്ത്രമായിട്ടുള്ള കഴിവല്ല. പിന്നെന്താണ്? ഇപ്പോൾ സ്വതന്ത്രമല്ലാത്ത കാര്യമാണ്. ഇപ്പോൾ സ്വതന്ത്രമല്ലാത്തതിനും പരിധിയുണ്ട്. എന്താണ് പരിധി? അള്ളാഹു ഏൽപ്പിച്ച വഹി എത്തിച്ചു കൊടുക്കുക, അത് മാത്രമേ എൻ്റെ കഴിവുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന കഴിവൊക്കെ അവിടെ പോയി. അപ്പോൾ ഈ ആയത്തിൽ ഇങ്ങനെ തൗഹീദിൻ്റെ വ്യക്തത ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ അഭിപ്രായം ഇത് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ഇത് മുൻഗാമികളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, താബിഈങ്ങളുടെ കാലത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഈ രണ്ട് അഭിപ്രായങ്ങൾ. തഫ്സീർ റാസിയിൽ ഇതുണ്ട്. ഏത്? ഇല്ല എന്ന് പറയുന്നത് ഈ 21-ാമത്തെ ആയത്തിലേക്കാണ് അതിൻ്റെ ബന്ധം. ഇന്നി ലാ അംലികു ലക്കും ദർറൻ വലാ റഷദൻ ഇല്ലാ ബലാഗൻ മിനല്ലാഹ് എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന ഒരു അഭിപ്രായം മുൻഗാമികൾക്കുണ്ട് എന്ന് തഫ്സീർ റാസിയിലുണ്ട്. അതുപോലെയുള്ള അതിനുശേഷം വന്ന തഫ്സീറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്: എനിക്ക് ഗൈബ് അറിയില്ല, എൻ്റെ കഴിവുകൾ പരിമിതമാണ്. ഖുൽ ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാ ഷാ അല്ലാഹ്. സൂറത്തുൽ അറാഫിൽ ഖുൽ ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാ ഷാ അല്ലാഹ്. അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ ഒരു ഖൈറും ഒരു ഷർറും, ഒരു ഉപകാരമോ ഉപദ്രവമോ എൻ്റെ കാര്യത്തിൽ, എൻ്റെ ജീവിതത്തിൽ വരുത്താൻ എനിക്ക് സാധിക്കുകയില്ല, ഇല്ലാ മാ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. വലൗ കുന്തു അലമുൽ ഗൈബ്, എനിക്ക് ഗൈബ് അറിയുമായിരുന്നെങ്കിൽ. അല്ലേ? ഒരാളെ സഹായിക്കാൻ വേണ്ടത് എന്തൊക്കെയാണ്? ഇൽമും ഖുദ്റത്തും വേണം. അല്ലേ? നമ്മളൊരാൾ സഹായം ചോദിച്ചു വന്നാൽ ആ പണി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള ഇൽമു വേണം, അത് ചെയ്യാനുള്ള ഖുദ്റത്ത് വേണം. ഇൽമും ഖുദ്റത്തും ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ജീവിച്ചു പോകുന്നത്, നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുന്നതും അവൻ്റെ ഇൽമിലൂടെയും ഖുദ്റത്തിലൂടെയുമാണ്. അവൻ നമ്മുടെ ഹാലറിയാം. നമ്മൾ അള്ളാഹുവിനോട് പറയുന്നു, അള്ളാഹുവേ എനിക്ക് സമ്പത്ത് വർദ്ധിപ്പിച്ച് തരണേ. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഭാഷ അള്ളാഹുവിനറിയാം, ഇത് കേട്ടാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിന് മനസ്സിലാവുന്നു. അള്ളാഹുവിൻ്റെ ഇൽമാണ്, അത് തരാനുള്ള ഖുദ്റത്ത് അള്ളാഹുവിനുണ്ട്. അപ്പോൾ ഇൽമും ഖുദ്റത്തും വേണം ഒരാൾക്കും മറ്റൊരാളെ സഹായിക്കാൻ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഖുൽ ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദറൻ ഇല്ലാ മാ ഷാ അല്ലാഹ് വലൗ കുന്തു അഅലമുൽ ഗൈബ്, എനിക്ക് ഗൈബ് അറിയുമായിരുന്നെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈർ, ഞാൻ ഖൈർ വാരിക്കൂട്ടുമായിരുന്നു. വമാ മസ്സനി അസ്സൂ, എനിക്കൊരു ഷെറും ബാധിക്കുമായിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ. കാരണം എന്താ, ഒരു വഴിക്ക് പോയാൽ അവിടെ ഒരു കുഴിയുണ്ട് എന്ന് പറഞ്ഞാൽ ആ വഴിക്ക് പോവില്ല. ഇന്ന കച്ചവടം ചെയ്താൽ നഷ്ടമാണ്, അപ്പോൾ കച്ചവടം ചെയ്യില്ല. ഇന്ന കച്ചവടം ചെയ്താൽ വമ്പിച്ച ലാഭമായിരിക്കും, അത് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്ത് ലസ്തക്സർതു മിനൽ ഖൈർ, ഞാൻ ഖൈർ വാരിക്കൂട്ടുമായിരുന്നു. വമാ മസ്സനി അസ്സൂ, ഒരു സൂവും എന്നെ ബാധിക്കുകയില്ല, ഒരു ഷെറും എന്നെ ബാധിക്കുകയില്ല. കാരണം എന്താ, ദുനിയാവിൽ എന്ത് കാര്യങ്ങളും അസ്ബാബുകളിലൂടെയാണ് വരുന്നത്. ഒരു രോഗം വരികയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാവും, അതിൻ്റെ പിന്നിൽ വേറെ കാരണം ഉണ്ടാവും. ഇങ്ങനെ കാരണങ്ങൾ പരമ്പരയായിട്ട് പോകും. അപ്പോൾ ആ കാരണം കൊണ്ട് ഒഴിവാക്കിയാൽ മതി, ആ രോഗം വരില്ല. അപ്പോൾ എല്ലാവിധ ഖൈറും എൻ്റെ ജീവിതത്തിലുണ്ടാകും. ഇൻ അന ഇല്ല നദീറുൻ വ ബഷീറുൻ ലിഖൗമി യുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾക്ക് ഒരു താക്കീതുകാരനും സന്തോഷ വാർത്ത അറിയിക്കുന്നവനും, ബഷീറുൻ നദീർ, ഇത് മാത്രമാണ് ഞാൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ ഗൈബ് അറിയോ? ഇല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വതന്ത്രമായി അറിയില്ല എന്നാണ് പറയുന്നത്. അള്ളാഹ് കൊടുത്തത് എന്ന നിലക്ക് എല്ലാം അറിയാം എന്ന് പറയുന്ന ആളുകൾ ഈ ആയത്ത് എങ്ങനെ വ്യാഖ്യാനിക്കുക? എനിക്ക് ഗൈബ് അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഖൈർ ഉണ്ടാക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അത് കൊടുത്ത ഗൈബാണെങ്കിലും കൊടുക്കാതെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഗൈബാണെങ്കിലും അവിടെ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഖൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാരിക്കൂട്ടിയോ? ഇല്ല. ഒരു ഷെറും ബാധിക്കാത്ത വിധത്തിൽ ജീവിച്ചോ? ഇല്ല. വിഷം ബാധിച്ചിട്ടുണ്ട്, അതുപോലെ സിഹർ ഫലിച്ചിട്ടുണ്ട്, മറവി ബാധിച്ചിട്ടുണ്ട്, പല പല ഷെറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാധിച്ചിട്ടുണ്ട്. ദീനിൽ ബാധിക്കുന്ന ഷെറുകളല്ല, ഭൗതികമായ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് ഷെർ എന്ന് പറയുന്നത്. പ്രയാസങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഗൈബ് അറിയുമായിരുന്നെങ്കിൽ ഇതൊന്നും ബാധിക്കുമായിരുന്നില്ല. അപ്പോൾ ഗൈബ് അറിയാമോ? അറിയില്ല. ആ വിഷയത്തിൽ കൊടുത്ത ഗൈബും കൊടുക്കാത്ത ഗൈബും വല്ല വ്യത്യാസമുണ്ടോ? ഇല്ല. അള്ളാഹ് കൊടുത്ത ഗൈബ് എന്നുള്ള നിലക്ക് എല്ലാം അറിയാം എന്നായിരുന്നെങ്കിൽ അപ്പോഴും ഈ ഷെറുകളൊന്നും ബാധിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാം അറിയാം എന്നുള്ള വാദം അത് ശുദ്ധ കുഫ്റാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ സിഫത്താണ് എല്ലാ ഗൈബും അറിയുക എന്നുള്ളത്. ഈ സൂറത്ത് നമ്മൾ പറഞ്ഞു ജിന്നുകളാണ് ഈ സൂറത്തിൽ സംസാരിക്കുന്നത് തുടക്കത്തിൽ. അപ്പോൾ ജിന്നുകളുമായി ബന്ധപ്പെട്ട് മക്ക മുശ്രിക്കുകൾക്ക് ഈ വിശ്വാസങ്ങളുണ്ടായിരുന്നു. ഗൈബ് അവർക്ക് അറിയാൻ പറ്റും, അതുപോലെ അവർക്ക് ഉപദ്രവിക്കാനും സഹായിക്കാനും പറ്റും തോന്നിയ പോലെയൊക്കെ. അതുകൊണ്ട് തന്നെ ആ സൂറത്തിനോട് യോജിച്ച രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരാളെയും സഹായിക്കാൻ ഉപദ്രവിക്കാനുള്ള കഴിവില്ല, അഭയം തരാൻ എനിക്ക് തന്നെ ഒരു അഭയം അല്ലാഹ് അല്ലാതെ പറയില്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് ബാക്കി പൂർത്തിയാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം ശുദ്ധ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും പിന്തുടരാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.